എൻ്റെ ജീവിതത്തിലെ ഈ ആത്മീയമായ ഒരു വഴി ഉള്ളപ്പോൾ തന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ഞാൻ ജനിച്ചു വളർന്ന കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ആ സ്വാധീനം എന്നിലുള്ളതുകൊണ്ട് ഞാൻ വളർന്നു വന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സാഹിത്യങ്ങൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ ചിന്താഗതികൾ പലപ്പോഴും അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ പെന്തക്കോസ്റ്റ് പള്ളിയിൽ വന്നിങ്ങനെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴും ആവശ്യങ്ങളൊക്കെ നടത്തി കിട്ടുമ്പോഴും ദൈവത്തിനെ പിൻപറ്റി ഇങ്ങനെ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ചില കാഴ്ചകൾ എന്നെ അലോസരപ്പെടുത്താൻ തുടങ്ങി. ഞാൻ വിട്ടുവന്ന ഹിന്ദു മതത്തിലുണ്ടായിരുന്ന അതേ ജാതി വ്യത്യാസങ്ങൾ, അതേ ജാതി വ്യവസ്ഥകൾ, അതേ ഉച്ചനീചത്വങ്ങൾ, അതേ അയിത്തങ്ങൾ ഇതാ പെന്തക്കോസ്റ്റ് ചർച്ചുകളിലും അവിടങ്ങളിലായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടായി. ഹിന്ദു ആയിരുന്ന ഞാൻ അതെല്ലാം വിട്ട് ഇങ്ങോട്ട് വന്നത് അതേ വീഞ്ഞ് തന്നെ ഒരു പുതിയ കുപ്പിയിൽ, പെന്തക്കോസ്റ്റ് എന്നൊരു പുതിയ കുപ്പിയിൽ കുടിക്കാനാണെങ്കിൽ ഞാൻ ജീവിതത്തിലെടുത്ത തീരുമാനം വെറുതെ ആയി പോയല്ലോ എന്നൊരു ചിന്ത വരികയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് പലപ്പോഴും പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാസ്റ്റർമാർ തമ്മിൽ മത്സരിക്കുന്ന കാഴ്ച. ഞാൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ആദ്യമുണ്ടായ ദൈവസങ്കല്പത്തെക്കുറിച്ച് പറയാം. ഞാനൊരു ഹൈന്ദവ ഭവനത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞാൻ വളർന്ന ഭവനത്തിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിലെ ആചാരങ്ങളും ആരാധനാ രീതികളും അനുഷ്ഠാനങ്ങളും ഒക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മുമ്മയും എൻ്റെ അപ്പൂപ്പനും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരും തന്നെ വലിയ ഹൈന്ദവ ഭക്തന്മാരായിരുന്നു. സൂര്യോദയത്തിന് മുമ്പ് തന്നെ എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മുമ്മ കുളിച്ച് ഈറനായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ഉണരുമായിരുന്നത്. ആ പ്രാർത്ഥനാ ഗാനത്തിൽ അമ്മുമ്മ എന്നും പാടുന്നൊരു ഗാനമുണ്ട്. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടയണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഈ ഗാനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞായിരിക്കുന്ന എൻ്റെ മനസ്സിനകത്തൊരു ചിന്തയുണ്ട്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു നരക വാരുതിയാണ്. ഇതൊരു നരകമാണ്. ഈ നരകത്തിൽ തന്നെ കരകയറ്റുന്ന ഒരു ദൈവമുണ്ട്. അത് തിരുവൈക്കം വാഴുന്ന ശിവശംഭോ ആണ് എന്നൊക്കെയുള്ള ഒരു ചിത്രം എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഡ്യൂട്ടി എനിക്ക് അന്നേ മനസ്സിലായി. ദൈവത്തിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ നരകവാരുതിയിൽ നിന്ന് മനുഷ്യനെ കരകയറ്റിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഡ്യൂട്ടി. അതിനൊരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം തിരുവൈക്കത്തെ ശിവനുണ്ട്, ധാരാളമാണ്. അത് കഴിയുമ്പോൾ തന്നെ നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നന്മ ചെയ്യുന്നവനെ സ്വർഗമാണെന്നും തിന്മ ചെയ്യുന്നവന് നരകമാണെന്നും ഒക്കെയുള്ള ചിന്തകൾ ഒരു ഹിന്ദുവിൻ്റെ മനസ്സിൽ, ഒരു ഭക്തനായ ഹിന്ദുവിൻ്റെ മനസ്സിൽ ചെറിയ പ്രായത്തിലേ കടന്നുകൂടും. എൻ്റെ മനസ്സിലും അത് കടന്നുകൂടിയിരുന്നു. പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ച് ത്രിമൂർത്തികളുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതിൽ ബ്രഹ്മാവിൻ്റെ ഡ്യൂട്ടി സൃഷ്ടിയും, വിഷ്ണുവിൻ്റെ ഡ്യൂട്ടി സ്ഥിതിയും, ശിവന്റെ ഡ്യൂട്ടി സംഹാരവുമാണ്. അതായത് നമ്മളെ സൃഷ്ടിക്കാനായിട്ട് സൃഷ്ടിതാവായ ബ്രഹ്മാവും നമ്മുടെ സ്ഥിതിക്ക്, നമ്മുടെ ദൈനംദിനമുള്ള നമ്മുടെ ആവശ്യങ്ങളില്ലാത്തന്ന് പോറ്റി നമ്മളെ സംരക്ഷിക്കാനായിട്ട് വിഷ്ണുവും, അത് കഴിഞ്ഞ് നമ്മളെ സംഹരിക്കാനായിട്ട്, നമ്മുടെ ആയുസ് തീരുമ്പോൾ നമ്മളെ സംഹരിക്കാനായിട്ട് ശിവനുമുണ്ട്. മൂന്ന് മൂർത്തികളായി നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവമുണ്ട്. ഇനി ദുഷ്ടന്മാരെ കൊന്ന് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് ശിഷ്ടന്മാരെ രക്ഷിക്കാനായിട്ട് കാലാകാലങ്ങളിൽ അവതരിക്കുന്ന അവതാരങ്ങളും ഒക്കെയുള്ള ഒരു മതത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇനി ഇതിനപ്പുറത്തൊരു ദൈവം വേണോ? വേണ്ട. ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കൊടുക്കുവാനായിട്ട് 30 കോടി ദൈവങ്ങളുമുള്ള ഒരു മതത്തിൽ ജനിച്ചു വളർന്ന ആളിന് പിന്നെ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞുനാളിലുള്ള ആ ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് അവരുടെ ഒരു സംരക്ഷണമൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇടയ്ക്കെല്ലാം തന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചില ക്രിസ്ത്യൻ പള്ളികൾ കാണാറുണ്ട്. ക്രിസ്ത്യൻ പള്ളികൾ കാണുമ്പോൾ അവിടെ ഒരു വലിയ കുരിശുരൂപം, ആ കുരിശുരൂപത്തിലെ ആണികളാൽ തറയ്ക്കപ്പെട്ട് മുകളിലോട്ട് കണ്ണുകൾ ഉയർത്തി കിടക്കുന്ന ഒരു മനുഷ്യരൂപം, അതാരാണെന്ന് അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അത് ക്രിസ്തുദേവനാണെന്ന് പറയും. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെല്ലാം തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ശിഷ്ടന്മാരെ സംഹരിക്കാൻ ശക്തിയുള്ള അതീവ ശക്തിമാന്മാരായ ദൈവന്മാരാണ്. മനുഷ്യനെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ ശക്തിയുള്ള ദൈവമാണ്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് പോറ്റുന്ന ദൈവമാണ്. ഇവിടെ ഇതാ ഒരു ദൈവം, ക്രിസ്തു എന്ന് പറഞ്ഞ ദേവൻ ഇതാ ആരാലും രക്ഷിക്കപ്പെടാനില്ലാതെ 3 ആണികളാൽ തറഞ്ഞ് കുരിശിൽ കിടക്കുന്ന ആ ക്രൂശിത രൂപത്തെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ ക്രിസ്തുവിനെ കുറിച്ച് തോന്നിയത് മറ്റുള്ളവരുടെ സഹതാപം അർഹിക്കുന്ന ഒരു പാവം ദൈവം, ഒരു നിസ്സഹായനായ ദൈവം, സ്വയം രക്ഷിക്കാൻ കഴിയാത്തൊരു ദൈവം, മറ്റുള്ള മനുഷ്യന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോഴും അവരോട് ഒന്നും ചെയ്യാൻ പറ്റാതെ, പ്രതികരിക്കാനാവാതെ, പ്രതികരണശേഷിയില്ലാതെ നിസ്സഹായാവസ്ഥയിൽ മരണപ്പെടുന്ന നമ്മളുടെ എല്ലാവരുടെയും സഹതാപം അർഹിക്കുന്ന ഒരു പാവം ദൈവം എന്നുള്ളതായിരുന്നു കുഞ്ഞുനാളിലുള്ള എൻ്റെ ശൈശവത്തിലുള്ള ഞാൻ കണ്ടെത്തിയ
ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഒരു പാവം ദൈവം. ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, എന്നാൽ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, എല്ലാവരോടും സ്നേഹം ഉണ്ടായിരുന്നു. അവസാനം എന്ത് ചെയ്തു? എല്ലാവരോടും ചേർന്ന് കുരിശിലേറ്റുമ്പോൾ സ്വയം രക്ഷിക്കപ്പെടാൻ കഴിയാതെ കുരിശിൽ മരിച്ചു കിടന്ന് ക്രൂശിത രൂപത്തിൽ നമ്മൾ കാണുന്ന ഒരു പാവം ദൈവമായിട്ടാണ്. ആ ഒരു സങ്കല്പമാണ് ആദ്യം ക്രിസ്തുവിനെ കുറിച്ച് എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്നത്. എന്നാൽ അവിടെ നിന്ന് ഞാൻ കുറെ കൂടിയൊക്കെ വളർന്നു. എൻ്റെ കൗമാരത്തിലെത്തിയപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നു. അതിനുശേഷം എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം ബാധിക്കുന്നു. ക്യാൻസർ രോഗം ബാധിക്കുമ്പോൾ അന്ന് എനിക്ക് 10-16 വയസ്സുള്ളൊരു സമയമാണ്. അന്ന് നമ്മുടെ RCC എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഡെവലപ്പൊന്നും ആയില്ല, അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അന്നത്തെ കീമോതെറാപ്പിയൊക്കെ ഇന്നത്തെ പോലെയൊന്നുമല്ല, വളരെ ഭയാനകമായ ഒരവസ്ഥയിലാണ് ഇന്നത്തെ കീമോതെറാപ്പിയും. ആ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ആ രോഗി സഹിക്കുന്ന പീഡകളുമൊക്കെ ഇന്നുള്ള പീഡകളുടെ ഒരു എത്രയെങ്കിലും ഇരട്ടിയാണ്. അങ്ങനെ ഒരു ക്യാൻസർ രോഗത്തിന് അടിമയായിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അമ്മയെ പരിചരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ആത്മസ്നേഹിതനുണ്ട്. അവൻ ഇന്ന് UK-യിലാണ്. അവൻ്റെ കത്തോലിക്ക മതത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടൊരു സഹോദരനാണ്. അവനിങ്ങനെ ഞങ്ങളോട് വന്ന് പോട്ടയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറയും, അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയും, രോഗശാന്തികളെക്കുറിച്ച് പറയും. എൻ്റെ അമ്മയെയും കൂടി അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാൽ അമ്മയ്ക്ക് സൗഖ്യം കിട്ടും എന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ അമ്മയും ഞാനും ഒക്കെ വിശ്വസിച്ചു. അമ്മയും കൊണ്ട് പോട്ടയിലോട്ടൊന്ന് പോകണം, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ സൗഖ്യം തരുന്ന ഒരു ദൈവമാണ്, അത് യേശുവാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിലത്തെ ദൈവസങ്കല്പം കുറച്ചുകൂടി മാറുകയാണ്. യേശുവിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഒന്നുകൂടി മാറുകയാണ്. കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിരുന്ന യേശു നമ്മൾ അങ്ങോട്ട് സഹായിക്കേണ്ട, നമ്മൾ അങ്ങോട്ട് സഹതപിക്കേണ്ട ഒരു ദൈവമായിട്ടാണ് ഞാൻ കുഞ്ഞുനാളിൽ യേശുവിനെ കുറിച്ച് കണ്ടിരുന്നത്. ആരെയും പ്രത്യേകിച്ച് സഹായിക്കാനോ ഒന്നും കഴിയാത്തൊരു യേശു, തിരിച്ച് ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിക്കാൻ പോലും കഴിയാതെ കുരിശിൽ തറഞ്ഞു നടക്കുന്ന കർത്താവ്. ആ സങ്കല്പം പതുക്കെ മാറുകയാണ്. മാറിയിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, പോട്ടയിലുള്ളൊരു യേശു, കത്തോലിക്ക മതത്തിലുള്ളൊരു യേശു, ആ യേശു പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം സൗഖ്യം കൊടുക്കുന്ന യേശുവാണ്. രോഗത്തിലായിരിക്കുന്നവരെല്ലാം വിടുവിക്കുന്ന യേശുവാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന യേശുവാണ്. ആ യേശുവിനെ ഞാനും എൻ്റെ അമ്മയും വിശ്വസിച്ചു. എന്നാൽ അമ്മയ്ക്ക് അവിടെ പോകാനായിട്ട് കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ അമ്മ മരിച്ചു. അമ്മയുടെ മരണശേഷം ഞാനും ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തും കൂടി പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു. അവിടെ ഒത്തിരി രോഗികൾ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഞാൻ കണ്ടു. ആ അത്ഭുതങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സിനെ ആ അത്ഭുതങ്ങളൊക്കെ വല്ലാതെ സ്വാധീനിച്ചു. രോഗസൗഖ്യങ്ങളൊക്കെ എന്നിൽ വല്ലാത്ത ആവേശമൊക്കെ ഉണ്ടായി. അപ്പോഴെൻ്റെ കാഴ്ചപ്പാട് പതുക്കെ മാറുകയാണ്. ആദ്യത്തെ എൻ്റെ കുഞ്ഞുനാളിലുള്ള എല്ലാവരാലും സഹതാപം അർഹിക്കുന്ന ഒരു പാവം ദൈവം എന്നുള്ള ചിന്തയ്ക്കപ്പുറമായിട്ട് എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന, കരഞ്ഞു വിളിച്ചാൽ എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്ന, രോഗികളെ വിടുവിക്കുന്ന, കടഭാരത്തിൽ ആയിരിക്കുന്ന ആൾക്കാർക്ക് സ്വർഗ ഭണ്ഡാരം തുറന്ന് അനുഗ്രഹങ്ങളെ വർഷിക്കുന്ന, എല്ലാവരെയും സഹായിക്കുന്ന ഒരു ദൈവത്തെ, ഒരു യേശുവിനെയാണ് ഞാൻ പിന്നീട് കാണുന്നത്. കുഞ്ഞുനാളിൽ കണ്ട യേശു എല്ലാവരുടെയും സഹായവും സഹതാപവും അർഹിക്കുന്ന ഒരു പാവം യേശുവായിരുന്നു, പാവം ദൈവമായിരുന്നെങ്കിൽ എൻ്റെ കൗമാരത്തിൽ ഞാൻ കണ്ട യേശു നമ്മുടെ ആവശ്യങ്ങളെ സഹായിക്കുന്ന, നമ്മുടെ രോഗങ്ങളിൽ സൗഖ്യമാക്കുന്ന, നമ്മുടെ കടഭാരങ്ങളെ നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളൊന്ന് കരഞ്ഞ് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന, എല്ലാവരെയും ഇങ്ങോട്ട് സഹായിക്കുന്ന ഒരു ദൈവം എന്നുള്ള സങ്കല്പം എൻ്റെ കൗമാരകാലത്തിൻ്റെ ജീവിതത്തിൽ വരികയാണ്. എൻ്റെ രണ്ടാമത്തെ ഞാൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള സങ്കല്പം അതാണ്. എല്ലാവരെയും സഹായിക്കുന്നവനായ, എല്ലാവരെയും സൗഖ്യമാക്കുന്നവനായ, എല്ലാവരെയും വിടുവിക്കുന്നവനായ, എല്ലാവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന, എല്ലാവർക്കും സഹായകനായ ഒരു ദൈവം, ഒരു ഉപകാരിയായ ദൈവം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പലപ്പോഴും ഞാൻ എൻ്റെ ചെറിയ കാലം മുതലേ, എൻ്റെ ചെറിയ പ്രായം മുതലേ ആരാധിച്ചു വന്ന ദൈവങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല പ്രതികൂല സാഹചര്യങ്ങളും വന്നപ്പോൾ സഹായിക്കാൻ കഴിയാതെ നിസ്സഹായരായപ്പോൾ ഞാൻ കുഞ്ഞുനാളിൽ നിസ്സഹായനായിട്ട് കുരിശിൽ കിടക്കുന്നു എന്ന് വിചാരിച്ച, ഞങ്ങളുടെയൊക്കെ സഹായവും സഹതാവും അർഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ച യേശു കർത്താവിന് നമ്മുടെ ആപത്തുകളിലും രോഗങ്ങളിലും നമ്മുടെ കടഭാരങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളിലും ഞെരുക്കങ്ങളിലും ഒക്കെ സഹായിക്കാൻ കഴിയുന്നൊരു ദൈവമാണെന്നുള്ളൊരു ദൈവസങ്കല്പത്തിലോട്ട് ഞാൻ എൻ്റെ കൗമാരത്തിൽ വരികയാണ്. പിന്നെയും ഞാൻ എൻ്റെ കൗമാരം കഴിഞ്ഞ് ഞാൻ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് പെന്തക്കോസ്റ്റ് ചർച്ചിലോട്ട് പോകുന്നു. പെന്തക്കോസ്റ്റ് ചർച്ചിലോട്ട് പോകുമ്പോഴും എൻ്റെ ചിന്താഗതി ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മൾ എത്രത്തോളം അങ്ങോട്ട് നമ്മുടെ നന്മയിൽ നിന്ന് കൊടുക്കുന്നുവോ ആ കൊടുക്കുന്ന നന്മയ്ക്ക് ആനുപാതികമായിട്ട് അമർത്തി കുലുക്കി കവിയുന്ന ഒരു നമ്മുടെ മടിയിലേക്ക് ഇട്ടിരുന്നൊരു ദൈവം എന്നുള്ളൊരു സങ്കല്പമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ അങ്ങനെ പെന്തക്കോസ്റ്റ് ചർച്ചിൽ ചേർന്നു, പ്രാർത്ഥിച്ചു. ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരുമ്പോൾ സ്തുതിക്കുന്ന, ദൈവത്തോട് നന്ദിയുള്ള ഒരാളായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോഴും എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെയാണ്. എൻ്റെ ആവശ്യങ്ങളിൽ ഒരു സഹായിയായിട്ടുള്ള ദൈവം, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന യേശു,
ആ കാഴ്ചപ്പാടുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ ഈ ആത്മീയമായ ഒരു വഴി ഉള്ളപ്പോൾ തന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ഞാൻ ജനിച്ചു വളർന്ന കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ആ സ്വാധീനം എന്നിലുള്ളതുകൊണ്ട് ഞാൻ വളർന്നു വന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സാഹിത്യങ്ങൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ ചിന്താഗതികൾ പലപ്പോഴും അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ പെന്തക്കോസ്റ്റ് പള്ളിയിൽ വന്നിങ്ങനെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴും ആവശ്യങ്ങളൊക്കെ നടത്തി കിട്ടുമ്പോഴും ദൈവത്തിനെ പിൻപറ്റി ഇങ്ങനെ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ചില കാഴ്ചകൾ എന്നെ അലോസരപ്പെടുത്താൻ തുടങ്ങി. ഞാൻ വിട്ടുവന്ന ഹിന്ദു മതത്തിലുണ്ടായിരുന്ന അതേ ജാതി വ്യത്യാസങ്ങൾ, അതേ ജാതി വ്യവസ്ഥകൾ, അതേ ഉച്ചനീചത്വങ്ങൾ, അതേ അയിത്തങ്ങൾ ഇതാ പെന്തക്കോസ്റ്റ് ചർച്ചുകളിലും അവിടങ്ങളിലായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടായി. ഹിന്ദു ആയിരുന്ന ഞാൻ അതെല്ലാം വിട്ട് ഇങ്ങോട്ട് വന്നത് അതേ വീഞ്ഞ് തന്നെ ഒരു പുതിയ കുപ്പിയിൽ, പെന്തക്കോസ്റ്റ് എന്നൊരു പുതിയ കുപ്പിയിൽ കുടിക്കാനാണെങ്കിൽ ഞാൻ ജീവിതത്തിലെടുത്ത തീരുമാനം വെറുതെ ആയി പോയല്ലോ എന്നൊരു ചിന്ത വരികയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് പലപ്പോഴും പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാസ്റ്റർമാർ തമ്മിൽ മത്സരിക്കുന്ന കാഴ്ച, ഇലക്ഷൻ നടക്കുന്ന കാഴ്ച, കള്ളവോട്ട് നടക്കുന്ന കാഴ്ച. ആ കള്ളവോട്ടിന്റെ ഭാഗമായിട്ട് കേസുകളും കാര്യങ്ങളുമായിട്ട് ഹൈക്കോടതിയിലും മറ്റ് കോടതികളിലുമൊക്കെ പാസ്റ്റർമാർ ഇറങ്ങിക്കയറി നടക്കുന്ന ഒരു അവസ്ഥയെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി, എന്തിനാണ് രാഷ്ട്രീയം വിട്ട് ഇങ്ങനെ ഒരു കൂട്ടത്തിൽ വന്ന് ചേർന്നത്? ആ രാഷ്ട്രീയത്തിൽ പോലും ഇത്രയും മോശമായ കസേരകളികൾ ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിന് ചെറിയ വ്യത്യാസം വന്നു. ഇത് മറ്റൊരു മതമാണ്. ഞാൻ വിട്ടുവന്ന ഹിന്ദു മതം പോലെ, ഞാൻ വിട്ടുവന്ന രാഷ്ട്രീയം പോലെ അധികാര കസേരകൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന, മനുഷ്യനെ ഉച്ചനീചത്വത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്ന മറ്റൊരു മത സംവിധാനമാണ്, മറ്റൊരു അധികാര സംവിധാനമാണ് എന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിനെ വല്ലാതെ മടുപ്പിച്ചു. പതുക്കെ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലുള്ള വിശ്വാസം, കുഞ്ഞുനാളിൽ കണ്ടെത്തിയ ക്രിസ്തു, കൗമാരത്തിൽ കണ്ടെത്തിയ ക്രിസ്തു, ഈ കാഴ്ചപ്പാടുകളെല്ലാം മാറിയിട്ട് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കെല്ലാം, കുറച്ചു പേർക്ക് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കാനുള്ള ഒരു ദൈവമാണ് എന്നുള്ള ചിന്താഗതിയിലോട്ട് ഞാൻ എൻ്റെ മൂന്നാമത്തെ സങ്കല്പത്തിലോട്ടെത്തിയാണ്, മൂന്നാമത്തെ കാഴ്ചപ്പാടിലോട്ടെത്തിയാണ്. ചില ആൾക്കാർക്ക്, വളരെ ചുരുക്കം പേർക്ക് കൊണ്ടു നടന്ന് വ്യാപാരം ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ നേടാനുള്ള ഒരു ദൈവം മാത്രമായിട്ട് എൻ്റെ മനസ്സിൽ ക്രിസ്തു ഇങ്ങനെ അവശേഷിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവ്, എൻ്റെ മനസ്സിൽ എപ്പോഴും എന്തെല്ലാം സംശയങ്ങളുണ്ടായി ഞാൻ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകാൻ പോകുമ്പോഴും എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തരുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഇങ്ങനെ അല്ലല്ലോ കർത്താവേ, ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ ഞാൻ ഒറ്റയ്ക്കായി പോകുന്നല്ലോ കർത്താവേ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്, അവിടങ്ങളിലായിട്ട് ഒളിപ്പിച്ചിരിക്കുന്നു. ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഈ ബൈബിളിലെ സത്യങ്ങളനുസരിച്ച് ജീവിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ, ദൈവമക്കളുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണമേ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചതുപോലെയുള്ള ചില ദൈവദാസന്മാരെ, ചില സഹോദരങ്ങളെ അവിടങ്ങളിലായിട്ട് കണ്ടുമുട്ടാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പേര് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പേരുകളിലൂടെ പറയുകയാണ്. ഞാൻ സാക്പുന്നൻ എന്ന് പറഞ്ഞ ബ്രദറിൻ്റെ കൂട്ടായ്മയിലേക്ക് പോകാനായിട്ട് ദൈവം എനിക്കൊരു അവസരം ഉണ്ടാക്കി. അവിടെ ചെന്നപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് കാണുന്നത്. അതുപോലെ തോമസ് മാരോക്കി എന്ന് പറഞ്ഞൊരു സ്നേഹിതനെ എനിക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഉണ്ടാകുന്നത്. ചെങ്ങന്നൂരുള്ള ഷാജൻ എന്ന് പറഞ്ഞ ബ്രദറിനെ കണ്ടു, ഒറ്റപ്പെട്ട് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആ ബ്രദറിനെ കണ്ടു. ഇങ്ങനെ അനേകരെ ഒറ്റയ്ക്കായിട്ട് എവിടെയായിട്ട് സത്യത്തിന് നിൽക്കുന്ന അനേകരെ കാണാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയിട്ട് വില കൊടുത്ത് നിൽക്കുന്ന അനേകം ദൈവദാസന്മാര് നമ്മുടെ നാട്ടിലുണ്ട്, ലോകത്തുണ്ട്. ആഗ്രഹിക്കുന്നവരെ ദൈവം അവരുമായിട്ട് കൂട്ടിമുട്ടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞാൻ ദൈവത്തെക്കുറിച്ച് വേറൊരു കാഴ്ചപ്പാടിലോട്ട്, കർത്താവിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടിലോട്ട് എത്തുന്നത് പിന്നീടാണ്. യേശു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനെന്നാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഭൗതികമായ നന്മകൾ ക്രിസ്ത്യാനികൾക്കുള്ളതിനേക്കാൾ, വിശ്വാസികൾക്കുള്ളതിനേക്കാൾ ലോകർക്കുണ്ട്, നിരീശ്വരവാദികൾക്കുണ്ട്, മറ്റു മതസ്ഥർക്കുണ്ട്. അതിനൊന്നുമല്ല നമ്മൾ ദൈവത്തെ ആശ്രയിക്കേണ്ട. ദൈവത്തിൻ്റെ പേര്, യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നു, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. ഞാൻ ചിന്തിച്ചു, കർത്താവേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടോ? പാപങ്ങളിൽ നിന്ന് ഞാൻ മോചിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം വേസ്റ്റാണല്ലോ. പിന്നീട് ഞാൻ പാപമില്ലാത്ത ഒരു ജീവിതം പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
പാപമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി വില കൊടുക്കുന്ന ദൈവാസന്മാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത്തരം കൂട്ടായ്മകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും നമ്മൾ ഒറ്റപ്പെട്ടെങ്കിലും ആ ഒരു അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. അന്വേഷണം പൂർണ്ണമായെന്നോ, ഞാൻ തികഞ്ഞവനായെന്നോ, ഞാൻ കണ്ടെത്തിയ സൗകര്യങ്ങളൊക്കെ തികഞ്ഞവരാണെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. എന്നാലും ആ പാപമില്ലാത്തൊരു ജീവിതം ഭൂമിയിൽ നമുക്ക് നയിക്കാനായിട്ട് ശക്തി തരുന്ന ആ ദൈവത്തിന്റെ പിന്നാലെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. പാപമില്ലാത്തൊരു ജീവിതം ഭൂമിയെ നയിച്ചുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്ക് അവകാശിയാവുക എന്നുള്ള ലക്ഷ്യത്തോടെ പോകുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിനെ കുറിച്ചുള്ളൊരു യഥാർത്ഥമായ കാഴ്ചപ്പാടിലാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അവൻ കാൽവരിയിലെ കുരിശിൽ മരിച്ചത് അവൻ സഹതാപം അർഹിക്കുന്ന ദൈവമായിട്ടല്ല, ആരും സഹായിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല, പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടല്ല. സഹോദരങ്ങളെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ് മരിച്ചത്. നമ്മൾ യേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടും പഴയ പാപങ്ങളിലാണ് തുടരുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഴിതെറ്റിയിരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം നിൽക്കാം, ചിന്തിക്കാം, നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഞാൻ മോചിതനായിട്ടുണ്ടോ, ഞാൻ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് കണ്ടിട്ടുണ്ടോ? ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കാൻ വേണ്ടി വന്ന കർത്താവ്, പാപികളെ സ്നേഹിക്കുന്ന കർത്താവ്. ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ കേട്ടതെല്ലാം ദുഷ്ട നിഗ്രഹ ശിഷ്ട രക്ഷക എന്നാണ്. എന്നാൽ ഇവിടെ ഇതാ പാപിയെ സ്നേഹിക്കുന്ന, പാപത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അവനെ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് നയിക്കുന്ന, നിത്യതയിലേക്ക് നയിക്കുന്ന കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു, പിൻപറ്റുന്നു, അവനെ സേവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും നമ്മുടെ പാപത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാവമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബന്ധനം പാവമാണ്. ആ പാപത്തിൻ്റെ ഭാരത്താൽ, പാപത്തിൻ്റെ ബന്ധനത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സൗരങ്ങളെ, നിങ്ങളും ക്രിസ്തുവിലേക്ക് കടന്നു വരിക. അവൻ നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. പാപത്തിൻ്റെ ഭാരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപ്പുപ്പന്താടി പോലെ ഭാരമില്ലാത്തൊരു ജീവിതത്തിൻ്റെ ഉടമയാകും. നമ്മൾ ദൈവികമായ അനുഭവങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നവരാകും. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.